നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ ഡിസംബറിലും ഈ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി ടു എവ്രി വൺ. ലിയോ മെസ്സി ആശംസിക്കുകയാണ്. ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി ടു എവ്രി വൺ. ഇന്ന് രണ്ടാം വാർഷികമാണ്. അതെ, ലിയോ മെസ്സിയും അർജന്റീനയും വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ട് ഇന്ന് രണ്ടാം വാർഷികം. 2022 ഡിസംബർ 18 ഖത്തറിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് അവർ കിരീടം ചൂടുന്നത്. നീണ്ട വർഷങ്ങളിലെ അർജന്റീനയുടെ കിരീട വരൾച്ച അതവർ 2021 കോപ്പ അമേരിക്കയിലൂടെ അവസാനിപ്പിച്ചിരുന്നു. പിന്നെ വിശ്വ കിരീടം തന്നെ നേടിക്കൊണ്ട് തൻ്റെ കരിയറിൽ നേടേണ്ടതെല്ലാം നേടി ലിയോ മെസ്സി. ആ ദിവസമാണ് 2022 ഡിസംബർ 18. അതിൻ്റെ രണ്ടാം വാർഷികം മെസ്സി ആഘോഷിക്കുകയാണ്. മെസ്സിയുടെ സന്തോഷവാനായിട്ടുള്ള ആ ഒരു സന്ദേശം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഡിസംബറിനെയും ക്രിസ്മസ് സീസണിനെയും ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ഡിസംബർ ആൻഡ് ക്രിസ്മസ് സീസൺ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ആ വർഷത്തിൻ്റെ അവസാനത്തെ മാസം വളരെ കൈപ്പേറിയ അനുഭവമായി മാറിപ്പോയേനെ. പക്ഷേ അത് അവസാനിച്ചത് എൻ്റെ സ്പോർട്സ് കരിയറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ്. ആൻഡ് നൗ എല്ലാ ഡിസംബറിലും ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി ടു എവ്രി വൺ എന്നാണ് ലിയോ മെസ്സി ഇപ്പോൾ പങ്കുവെക്കുന്നത്. വേൾഡ് കപ്പും അതുപോലെ അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ചിത്രവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ആ നിമിഷങ്ങൾ ആരും മറക്കില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീന ഫ്രാൻസിനെ മറികടന്ന നിമിഷം. അങ്ങനെ ലിയോ മെസ്സി കാലത്തിൻ്റെ കാവ്യനീതി പോലെ ആ വേൾഡ് കപ്പിൽ മുത്തമിട്ട നിമിഷം ഒരൊറ്റ അർജന്റീന ആരാധകനും അത് മറക്കില്ല. എന്തൊരു പോരാട്ടമായിരുന്നു അന്ന് ഫ്രാൻസും അർജന്റീനയും തമ്മിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്നത്. ഖത്തറിലെ ആ സ്റ്റേഡിയത്തിലെ ഓരോ പുൽനാമ്പിനും തീപിടിച്ച നിമിഷമായിരുന്നു അത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ശ്വാസമടക്കി പിടിച്ച് കണ്ട മത്സരം. ആ കളിയിൽ 23-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ലിയോ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിക്കുന്നു. തുടർന്ന് 36-ാമത്തെ മിനിറ്റിൽ ആംഗേൽ ഡി മരിയയുടെ ഗോൾ പിറക്കുന്നു. ഇടവേള സമയത്ത് അർജന്റീന ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിൽ. പക്ഷേ കിലിയൻ എംബാപ്പെ കാത്തുവെച്ചിരുന്നു ഒരു വെടിമരുന്ന്. 80-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം പെനാൽറ്റിയിലൂടെ ആദ്യ ഗോൾ മടക്കുന്നു. 81-ാമത്തെ മിനിറ്റിൽ തൊട്ടുപിന്നാലെ അദ്ദേഹത്തിൻ്റെ അടുത്ത ഗോളും. 2-2 സമനില. അവിടെ നിന്ന് അങ്ങോട്ട് വല്ലാത്തൊരു ഫീലോടെയാണ് പിന്നീട് ആരാധകരെ കളി കാണുന്നത്. ഫ്രാൻസിൻ്റെ ആരാധകർ ആവേശത്തോടെ തിരികെ വരുന്നതിൻ്റെ ആവേശം. അർജന്റീനയുടെ ആരാധകർക്ക് കയ്യെത്തും ദൂരത്ത് വീണ്ടും വേൾഡ് കപ്പ് നഷ്ടമാവുകയാണോ എന്ന സങ്കടം. കാരണം 2014 സംഭവിച്ചത് അവർ മറന്നിട്ടില്ല. അവസാന നിമിഷത്തിൽ മരിയോ ഗോഡ്സെയുടെ ഒറ്റ ഗോളിന് ലിയോ മെസ്സിയുടെ സ്വപ്നങ്ങൾ തകർന്ന രാത്രി അവർ മറന്നിട്ടില്ല. സോ അത് വീണ്ടും ആവർത്തിക്കുകയാണോ എന്നുള്ള ആശങ്ക. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കളി നീളുന്നു. 108-ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ ഗോൾ പിറക്കുന്ന അർജന്റീന വീണ്ടും മുന്നിൽ. അങ്ങനെ കിരീടം ചൂടി എന്നുറപ്പിച്ച നിമിഷം 118-ാമത്തെ മിനിറ്റിൽ വീണ്ടും പെനാൽറ്റി. കിലിയൻ എംബാപ്പെ അതും ഗോളാക്കി മാറ്റുന്നു. പെനാൽറ്റി തടുക്കാൻ പേരുകേട്ട എമി മാർട്ടിനസിന്റെ വലയിലേക്കാണ് കിലിയൻ എംബാപ്പെ ആ ഘട്ടത്തിൽ 2 പെനാൽറ്റികൾ അടിച്ചു കയറ്റിയത്. പക്ഷേ ഷൂട്ടൗട്ടിൽ എമി മാർട്ടിനസിന് പിഴച്ചില്ല. എംബാപ്പെ വീണ്ടും ഷൂട്ടൗട്ടിൽ ഗോൾ അടിച്ചെങ്കിലും എമി മാർട്ടിനസിന് അവിടെ പിഴച്ചില്ല. 4-2 പെനാൽറ്റി ഷൂട്ടൗട്ടിന്റെ നിർഭാഗ്യത്തിൽ ഫ്രാൻസിനെ മറികടന്നുകൊണ്ട് ഭാഗ്യം അർജന്റീനയെ കടാക്ഷിച്ചപ്പോൾ അതൊരു കാലത്തിൻ്റെ കാവ്യനീതിയായിരുന്നു. ലിയോ മെസ്സി തൻ്റെ ഫുട്ബോൾ കരിയറിൽ നേടേണ്ടതെല്ലാം നേടിയ നിമിഷമാണത്. അർജന്റീന ആരാധകർ ഇന്നും അവരുടെ മനസ്സകത്ത് ഏറെ മിഴിവോടെ ആ നിമിഷങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ലിയോ മെസ്സിയുടെ മനസ്സ് പിന്നെ അങ്ങനെ ആ ഓർമ്മകൾ ഓടിയെത്താതിരിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ ഡിസംബറിലും ഇപ്പോൾ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി ടു എവ്രി വൺ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.